ഹലോ ഗായ്സ്, ശ്രീ ഹിയർ. വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്ന ഷവോമി 17 എങ്ങനെയുണ്ട് സാധനം എന്ന് വെച്ചാൽ ഗൈസ്, ആദ്യം തന്നെ ഈ ഫോണിനെ കുറിച്ച് പറയുന്നതിന് മുന്നേ ഇതൊരു റിവ്യൂ അല്ല, ദിസ് ഇസ് ജസ്റ്റ് മൈ ഇംപ്രഷൻസ്. ചാർജ് തീരാറേ ഞാനിത് കുറച്ച് നാളായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. ഒരു ഇൻഡെപ്ത് റിവ്യൂവിനുള്ള എക്സ്പീരിയൻസ് എനിക്കുണ്ടോ എന്ന് വെച്ചാൽ ഇല്ല. പക്ഷേ ഞാൻ ഇത്രയും കംപ്ലീറ്റ് ആയിട്ടൊരു കോമ്പാക്ട് ഫോൺ ഉപയോഗിച്ചിട്ടുണ്ട്. ദിസ് ഈസ് ടൈറ്റിൽ കൊടുക്കുകയാണെങ്കിൽ ദി മോസ്റ്റ് കംപ്ലീറ്റ് കോമ്പാക്ട് ഫോൺ. ഏതൊരു പെർസ്പെക്റ്റീവ് നോക്കുക, ക്യാമറ, പെർഫോമൻസ്, ബാറ്ററി, ബിൽഡ് ക്വാളിറ്റി, സോഫ്റ്റ്വെയർ എല്ലാം ടോപ്പ് ടിയർ. 90,000 രൂപ പ്രൈസ് ഉണ്ട്. പക്ഷേ ആ പ്രൈസിന് ഞാനിത് ജസ്റ്റിഫൈ എന്ന് വെച്ചാൽ ശരിക്കും മാർക്കറ്റിൽ ഒരു ടോപ്പ് ടിയർ എല്ലാ രീതിയിലും ടോപ്പായിട്ട് നിൽക്കുന്ന ഈ കോമ്പാക്ട് ഫോൺസ് ഉണ്ടല്ലോ, അത് വളരെ കുറവാണ്. ഇതിന് മുന്നേ എനിക്ക് വന്ന OnePlusൻ്റെ ഒരു ഓഫറിങ് കൊള്ളായിരുന്നു. അതേപോലെ തന്നെ കുറച്ച് കമ്പനീസിന് കൊള്ളായിരുന്നു. സാംസങ്ങിന് ഒന്നും ഞാൻ ഇപ്പോൾ അത് റെക്കമെൻഡ് പോലും ചെയ്യാറില്ല കോമ്പാക്ട് ഫോൺ, കാരണം ഒരുപാട് സൈഡിൽ സ്ലാക്ക് ചെയ്യുന്നുണ്ട്. 90,000 രൂപ ഉണ്ടെങ്കിലും നിങ്ങൾക്ക് ദി ബെസ്റ്റ് കോമ്പാക്ട് എക്സ്പീരിയൻസ് ഇവനാണ്. ഗൈസ്, അങ്ങനെ പറയാൻ രണ്ടുമൂന്ന് കാര്യമുണ്ട്. ഒന്നെന്ന് പറയുമ്പോൾ ദ വേ ഇറ്റ് ലുക്സ്, ദ ഡിസൈൻ ഉൾപ്പെടെയാണെങ്കിൽ ഞാൻ ഇംപ്രഷൻസ് അതിന് ലാഗ് അടിപ്പിക്കാതെ പറയാം. സൂപ്പർ ഡിസൈൻ, കയ്യിൽ ഒതുങ്ങും, പിടിക്കാൻ അടിപൊളിയാണ്, കാണാനൊരു റെക്കഗ്നൈസബിൾ ലുക്കുണ്ട്, എല്ലാ രീതിയിലും അടിപൊളിയാണ്, ഡ്യൂറബിൾ ആണ്, ഒരുപാട് വെയിറ്റ് ഇല്ല, വെയിറ്റ് ഡിസ്ട്രിബ്യൂഷൻ പക്കയാണ്, അതിലുപരി IP68 സർട്ടിഫൈഡ് ആണ്. വെരി ഗുഡ്. ഷവോമിയുടെ തന്നെ അവരുടെ തന്നെ പ്രൊപ്രൈറ്ററി ടെക് ആയിട്ടുള്ള ഷീൽഡ് ഗ്ലാസ് എന്നൊക്കെ പറഞ്ഞ ഗ്ലാസ് ഉപയോഗിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ബിൽഡ് ക്വാളിറ്റി അങ്ങനത്തെ കാര്യത്തിലൊക്കെ ഷവോമി കഴിഞ്ഞ ജനറേഷൻ എടുക്കുകയാണെങ്കിലും 14 തൊട്ട് എടുക്കുകയാണെങ്കിലും അടിപൊളി ബിൽട്ടാവും, ഒരു രക്ഷയില്ല. ബിൽട്ടിൻ്റെ കാര്യം പറഞ്ഞിട്ട് നമ്മൾ ഡിസൈനിനെ വെച്ച് ഫ്രണ്ടിലോട്ട് വന്നാൽ ഒരു ഫുള്ളി ബെസൽലെസ് എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടാവും നിങ്ങൾ കോമ്പാക്ട് ഫോണിൽ, അത് തന്നെയാണ്. ലിറ്ററലി ഇതിന് ബെസലൊന്നുമില്ല, ഭയങ്കര മിനിമൽ ബെസൽസിന് ഭയങ്കര ഫുൾ സ്ക്രീൻ ടു ബോഡി റേഷ്യോ ഉള്ള ഒരു കിടൻ ഡിസ്പ്ലേ. 3500 സ്പീക്ക് ബ്രൈറ്റ്നസ്, LTPO, മാങ്ങാത്തുലി ചക്ക, HDR10+, വൈഡ് വൈൻ ഹെൽമെറ്റ്, നെറ്റ്ഫ്ലിക്സ് അപ്രൂവ്. നിങ്ങൾക്ക് എന്തൊക്കെ ഒരു ഡിസ്പ്ലേയിൽ നിന്ന് അവകാശപ്പെടാവോ ഈ പ്രൈസ് കൊടുക്കുന്നത്, അതെല്ലാം അവർ കൊടുത്തിട്ടുണ്ട്. കളർ ആക്യുറസി എന്നൊക്കെ പറഞ്ഞാൽ ടോപ്പ് നോച്ച്, പാനൽസ് എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര രസമുണ്ട്. പടം കാണാനും സിനിമ കാണാനും ഒക്കെ അടിപൊളിയാണ്. ആ എക്സ്പീരിയൻസ് എലവേറ്റ് ചെയ്യുന്ന ഒരു കാര്യമാണ് ഇതിൻ്റെ സ്പീക്കേഴ്സും ഹാപ്റ്റിക്സും വൈബ്രേഷൻ മോട്ടർ സ്പീക്കേഴ്സ്. ഒരു കോമ്പാക്ട് ഫോണിനകത്ത് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്പീക്കേഴ്സിനകത്ത് ഒന്നാണ്. അത്യാവശ്യം നൈസ് സ്പീക്കേഴ്സാണ്. ഐ റിയലി ലൈക്ക് ഇറ്റ്. ക്രിസ്പാണ്, ക്ലിയർ ആണ്. ഐഫോൺ ലെവലൊക്കെ എത്തുന്നതെന്ന് വെച്ചാൽ അതിൻ്റെ തൊട്ട് താഴെ നിൽക്കുന്നുണ്ട്. നല്ല സ്പീക്കേഴ്സ്, ഒന്നും എനിക്ക് പറയാനില്ല. വൈബ്രേഷൻ മോട്ടർ ആണെങ്കിൽ ടാക്ടൈൽ ഫീലൊക്കെ പ്രിസൈസ് ആണ്. ഭയങ്കര എന്താ പറയുക, കട്ടിയുള്ള ഹാപ്റ്റിക്സ് അല്ല തരുന്നത്, ഭയങ്കര സോഫ്റ്റ് ആയിട്ട് എന്നാൽ ഭയങ്കര പ്രിസൈസ് ആയിട്ടുള്ള ഒരു വൈബ്രേഷൻ മോട്ടറിനകത്ത് ഇരിക്കുന്നത്. വെരി പ്രീമിയം എന്നെനിക്ക് പറയുള്ളൂ. ഇനി വേറൊരു കാര്യം, ഞാൻ പെർഫോമൻസിനെ കുറിച്ചൊന്നും ഭയങ്കര ഇൻഡെപ്ത് ആയിട്ട് ഞാൻ പറയുന്നില്ല, ഇതൊരു ഇംപ്രഷൻസ് റിവ്യൂ ഉണ്ട് തന്നെ. പക്ഷേ സ്നാപ്ഡ്രാഗൻ്റെ 8 Elite Gen 5 എന്ന് പറഞ്ഞ കിടിലം പ്രോസസ്സർ, അതിനകത്ത് വരുന്ന GPU കുറിച്ചൊക്കെ ഒരു ഇൻഡെപ്ത് ഗെയിമിംഗ് ടെസ്റ്റ് നമ്മൾ ചെയ്യുന്നതായിരിക്കും. അത് കണ്ട് നിങ്ങൾ ജഡ്ജ് ചെയ്യാനും പറയും. പക്ഷേ ആസ് ഓഫ് റൈറ്റ് നൗ എൻ്റെ ഡേ ടു ഡേ യൂസേജിന് അന്യായ പെർഫോമൻസ്. എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ല, ഭയങ്കര അടിപൊളി പെർഫോമൻസ്. ഒരു രീതിയിൽ ഒരു വട്ടം പോലും എനിക്ക് സ്റ്റഡർ ആയില്ല ഇത്രയും നാൾ ഉപയോഗിച്ചതിനകത്ത്. അതേപോലെ ഹീറ്റിംഗ് ഉണ്ടെന്ന് വെച്ചാൽ വളരെ മിനിമൽ ഹീറ്റിംഗ് ആണ്. എനിക്ക് അതിൻ്റെ പ്രൊപ്രൈറ്ററി ടെക്കൊക്കെ ഉണ്ട്, അത് ഫുൾ റിവ്യൂവിൽ വരാം. പക്ഷേ ആസ് ഓഫ് റൈറ്റ് നൗ ഹീറ്റിംഗ് ഒക്കെ വളരെ കുറവാണ്. അതേപോലെ തന്നെ ഞാൻ ഭയങ്കര പുഷ് ചെയ്തിട്ട് ഉപയോഗിക്കുന്നില്ല. വെബ് സർഫിങ്, ചെറിയ ലൈറ്റ് ഗെയിമിങ്, ഇൻസ്റ്റാഗ്രാം ഒക്കെ ആയതുകൊണ്ടായിരിക്കാം ഹീറ്റിംഗ് ഒന്നും എനിക്ക് പ്രശ്നമില്ല. ബാറ്ററി 6320 mAh നിങ്ങൾ മനസ്സിൽ വെക്കുക. സിലിക്കൺ കാർബൈഡ് ടെക്നോളജിയാണ്. സിംപ്ലി എനിക്ക് പറയാൻ പറ്റും, ഒരുപാട് കോമ്പാക്ട് ഫ്ലാഗ്ഷിപ്പില്ല, ഒരു 1 day അല്ലെ 1.5 day എന്ന് പറയാൻ. പക്ഷേ ഇവൻ ഒരു 1.5 day ഫോണാണ്. ഒന്നാമത്തെ കാര്യം, അത്യാവശ്യം നൈസ് ബാറ്ററി ലൈഫ് ഉണ്ട്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുമ്പോൾ ഇതിൻ്റെ ചിപ്സെറ്റും അത്യാവശ്യം പവർ എഫിഷ്യൻ്റ് ആയിട്ട് ചിപ്സെറ്റ്, അതുകൊണ്ട് ബാറ്ററി ലൈഫ് ടോപ്പ് നോച്ച്. ഈ ഒരു കോമ്പാക്ട് ഡിസൈനിനകത്ത് എനിക്ക് തോന്നുന്നത് ഏറ്റവും കൂടുതൽ ബാറ്ററി ലൈഫ് തരുന്ന ഫോണുകളിൽ ഒന്നാണ്. വലിയ സാക്രിഫൈസും ഭയങ്കര കനമൊന്നും കൂട്ടാതെ അത്യാവശ്യം സ്ലിം ആയിട്ട് തന്നെ കേട്ടോ ഫോൺ ഇരിക്കുന്നത്. സ്ലിം എന്ന് പറഞ്ഞാൽ ഭയങ്കര സ്ലിം അല്ല, പക്ഷെ അത്യാവശ്യം വലിയ ചക്ക വിടാത്ത ഫോണൊന്നും അല്ല, നിങ്ങൾ മനസ്സിലാക്കുക. ആ ഒരു കാര്യം നിങ്ങളുടെ ഇവിടെ എടുത്തു പറയണമെന്ന് തോന്നി. ബാറ്ററിയിൽ പെട്ടെന്ന് 100 watt കുത്തിയിട്ട മിന്നലാണെങ്കിൽ ചാർജ് കയറിപ്പോവും. അതേപോലെ തന്നെ നിങ്ങൾക്ക് റിവേഴ്സ് 22 watt റിവേഴ്സ് വയർഡ് ചാർജിങ്ങും കാര്യങ്ങളും ഫെസിലിറ്റീസൊക്കെ ഉണ്ട്. ബാറ്ററി സ്പെക്ക് നോക്കുകയാണെങ്കിലും ടോപ്പ് ടിയർ. മച്ചാൻ്റെ ക്യാമറ എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഗൈസ് 3 ക്യാമറയുള്ള ഇതിനകത്ത് 2 ക്യാമറ കഴിഞ്ഞ ജനറേഷൻ്റെ സെയിം ക്യാമറ ആണ്. പക്ഷേ മെയിൻ ക്യാമറ 50 MP, ചെറിയ 3 50 MP കേട്ടോ. മെയിൻ ക്യാമറയുടെ പ്രൊപ്രൈറ്ററി ടെക്കിനകത്ത് ചെറിയ വ്യത്യാസമുണ്ട്. അവർ ലൈക്കയുടെ പുതിയ എന്താ പറയുക, മിറേഴ്സോ ഗ്ലാസസോ ഒക്കെ കൊണ്ടുവന്ന് ഇച്ചിരിയുടെ റിയലിസ്റ്റിക് ആപ്പച്ചറും പുതിയൊരു സെൻസർ പോലത്തെ സാധനം ഇൻട്രൊഡ്യൂസ് ചെയ്ത് എങ്ങനെ അതിന് പറയണ്ട, മോർ ലൈക്ക് ഫോട്ടോസ് എന്നാണ് പറയേണ്ടത്. ഞാൻ ഇവിടെ ഒരു സാമ്പിൾസും കൊടുക്കാൻ ഉദ്ദേശിക്കുന്നില്ല, ഇതിനെക്കുറിച്ച് ഒരുപാടൊന്നും പറയാൻ ഉദ്ദേശിക്കില്ല. കാരണം
ഇതിൻ്റെ നെക്സ്റ്റ് വീഡിയോ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്താൽ ഫുൾ റിവ്യൂ ആയിരുന്നു കാരണം എനിക്കിത് ജസ്റ്റ് ഒരു ടീസർ പോലെ പറയുള്ളൂ. കാരണം ഇതിൻ്റെ ക്യാമറ ഗൈസ് കോമ്പാക്ട് ഫോൺസ് വെച്ച് നോക്കുവാണെങ്കിൽ ടോപ്പ് ടിയർ ഒരു 2.6x അല്ലെ 2.6x ഒപ്റ്റിക്കൽ സെൻസറും 50 മെഗാ പിക്സൽ വൈഡും ഒക്കെ അതിൻ്റെ കൂടെ ഉള്ളത്. അതുകൊണ്ട് ക്യാമറയും ടോപ്പ് ടിയർ സാംസങ്ങിനെയൊക്കെ തൂക്കി പറക്കി കാട്ടി അറിയുന്ന ക്യാമറ എനിക്ക് ഇതിനകത്ത് പറയാനുള്ളതെന്ന് വെച്ചാൽ കാരണം ഗൈസ് അത്രയ്ക്കുണ്ട് ക്യാമറ. പിന്നെ ഒരുപാട് പേര് ഇതിൻ്റെ സെൽഫീസിനെ കുറിച്ച് കുറ്റം പറയുന്നത് കേട്ടോ. ഒന്നുമില്ല, 50 മെഗാ പിക്സൽ സെൽഫീസ് ആണെങ്കിൽ ആപ്പച്ചർ ഭയങ്കരമായിട്ട് ചെറുതായിട്ട് ഓവർ ഷാർപ്പുണ്ട് ഫോട്ടോസ്. എന്നെ സംബന്ധിച്ചായി ലൈക്ക് അത്യാവശ്യം ഷാർപ്പായിട്ടുള്ള ഫോട്ടോസ് അല്ലാതെ എപ്പോഴും മുഖം മറ്റേ അടിച്ച് വെള്ള പൂശിയാണെങ്കിൽ ഇരിക്കണമൊന്നുമില്ല. ചിമ്മോക്കൂരൊക്കെ കണ്ടാൽ അതിൻ്റെതായ നാച്ചുറൽ ഭംഗി അത് മെയിൻറ്റെയിൻ ചെയ്യും എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്. എനിക്ക് ഓവറുള്ള റൗണ്ട് ഇതിൻ്റെ ഇംപ്രഷൻസ് പറയാനുള്ളത്, ഞാൻ ഇതുപോലെ ഇത്രയും കംപ്ലീറ്റ് ആയിട്ട് ഒരു കോമ്പാക്ട് ഫോൺ ഉപയോഗിച്ചിട്ടില്ല. ദിസ് ഈസ് എ കംപ്ലീറ്റ് പാക്കേജ്. എല്ലാം അപ്പം പെർഫോമൻസ്, ഡിസ്പ്ലേ, ബാറ്ററി, ഡിസൈൻ, വൈബ്രേഷൻ, സ്പീക്കേഴ്സ്, സോഫ്റ്റ്വെയർ. ഇതിൻ്റെ ഹൈപ്പർവൈസ് 3 എന്നൊക്കെ പറയുന്നത് സൂപ്പർ സോഫ്റ്റ്വെയർ, ഒഴുകിപ്പോകുന്ന സോഫ്റ്റ്വെയർ കേട്ടോ. ഞാൻ ഹൈപ്പർവൈസിൻ്റെ ഒരു ഫാനായി പോയി ആഫ്റ്റർ ഇത് ഉപയോഗിക്കുന്നത്. അത് ഒരുപാട് ഇൻറ്റഗ്രേഷൻസും കാര്യങ്ങളും എല്ലാം ഉണ്ട്. അതുപോലെ ടെക്നോളജി, UFS 4.1 സാംസങ്ങിനകത്തൊക്കെ ഇപ്പോഴും UFS 4.0 കൊടുത്തേക്കുന്നത് S25 ഈ വിലയ്ക്ക് നിങ്ങൾ എന്തൊക്കെ കൊടുക്കുന്നുണ്ടോ അതിനൊക്കെ ജസ്റ്റിഫൈ ചെയ്യാൻ പറ്റുന്നൊരു സാധനമുണ്ട്. ആൻഡ് ഇത് വില കുറയുമ്പം ഒരു കില്ലർ ഡീലായിരിക്കും. എനിക്ക് അത്രേ പറയുള്ളൂ. ഫുൾ റിവ്യൂവിന് വേണ്ടി വെയിറ്റ് ചെയ്യുക. Xiaomi 17 Ultra'യുടെ ഇംപ്രഷൻസ് ആയിരിക്കും നിങ്ങൾ അടുത്ത് കാണാൻ പോകുന്നത്. പക്ഷേ ഇതിൻ്റെ റിവ്യൂ ഐ ആം മേക്കിംഗ്. ഐ പ്രോമിസ് യു, സബ്സ്ക്രൈബ് ചെയ്ത് കാണുക. ഇറ്റ് വിൽ ബി വർത്ത് ഇറ്റ്. സോ ഗൈസ്, ശ്രീ ഹിയർ. ടോക്ക് ടു ഗൈസ് ലേറ്റർ. ഐ ലവ് യു.